നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2021 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി കേരള എൻട്രൻസ് കമ്മീഷൻ തയ്യാറാക്കിയ കേരള മെഡിക്കൽ റാങ്ക് വെച്ചുള്ള MBBSൻ്റെയും BDSൻ്റെയും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ മൂന്നാമത്തെ ഘട്ടം നടക്കുന്ന ഈ സമയത്ത് വളരെ നേരത്തെ തന്നെ എൻട്രൻസ് കമ്മീഷൻ ഈ രണ്ടാമത്തെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് ഇത് സാറ്റിസ്ഫൈ ആണെങ്കിൽ ഓൾ ഇന്ത്യയുടെ സൈറ്റിൽ കയറി MCSEയുടെ സൈറ്റിൽ കയറി അവർക്ക് ഇനിയുള്ള ഓപ്ഷൻസ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ കിട്ടിയതിനേക്കാളും നല്ല കോളേജുകൾ, ഹയർ ഓപ്ഷൻസ് മാത്രം കേരളത്തിൽ ഇപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, ഞങ്ങൾ അവിടെ ചേരുന്നു, അതിനേക്കാളും താല്പര്യമുള്ള കോളേജുകൾ മാത്രമായും MCSEയുടെ സൈറ്റിൽ നിലനിർത്താനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. MCSEയുടെ സൈറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് ഇന്ന് രാത്രി 12 മണിക്കാണ്. കേരള അലോട്ട്മെൻറ്റിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഈ അലോട്ട്മെൻറ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ആയിട്ടാണ്. നമുക്കറിയാം, ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കീം 2021 കാൻഡിഡേറ്റ് പോർട്ടലിൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് രണ്ടാം ഘട്ടത്തിൻ്റെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോൾ നമ്പറും റാങ്കും, ഏത് കോളേജാണ് കിട്ടിയത്, ഏത് കോഴ്സാണ് കിട്ടിയത്, നമ്മളുടെ കാറ്റഗറി, അലോട്ട് ചെയ്തിരിക്കുന്ന കാറ്റഗറി ഏതാണെന്നുള്ളത് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കാം. നമ്മുടെ കാൻഡിഡേറ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ ഇഷ്യൂ ചെയ്യുന്നത് നാളെ മുതലാണ്. 15-ാം തീയതി മുതലാണ് നമുക്ക് കീം 2021 കാൻഡിഡേറ്റ് പോർട്ടലിൽ നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫീസ് അടയ്ക്കാനുള്ള പ്രൊവിഷൻ നാളെ മുതലേ ആരംഭിക്കുകയുള്ളൂ. ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നോക്കി, നമ്മുടെ റാങ്ക് നോക്കി ഏത് കോളേജാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കുകയും ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും മാർച്ച് 15-ാം തീയതി മുതൽ 19-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. നമുക്ക് അറിയാം, നമ്മുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന ഫീസ് അത് ഒന്നെങ്കിൽ കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ട് ഇപ്പോൾ കൂടുതലുള്ള എമൗണ്ട് അടയ്ക്കേണ്ടി വരികയോ, അതായത് ഗവൺമെൻറ് BDS ആയിരുന്നു കിട്ടിയിരിക്കുന്നത്, ഗവൺമെൻറ് MBBSലോട്ടോ സെൽഫ് ഫിനാൻസിങ് MBBSലോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റം കിട്ടുന്നത് എത്രയാണോ ആ എമൗണ്ട് നമ്മുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുണ്ട്. അത് അടയ്ക്കാനുള്ള തീയതി നമുക്ക് 19-ാം തീയതി 2 മണി വരെയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ട തുക എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അത് 19-ാം തീയതി 2 മണിക്കുള്ളിൽ കേരളയുടെ വെബ്സൈറ്റ് വഴി ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് വഴി അടയ്ക്കാം. അല്ലെങ്കിൽ നമ്മളുടെ പേരിലുള്ള ചെല്ലാൻ ഡൗൺലോഡ് ചെയ്തിട്ട് തിരഞ്ഞെടുത്ത ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് ഈ പേയ്മെൻറ്റ് അടയ്ക്കാം. അതിനുശേഷം 16-ാം തീയതി മുതൽ 19-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ആ കോളേജിൽ ചെന്ന് ചേരുവാനുള്ള സമയം. അപ്പോൾ കേരളത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ നമുക്കൊരു സീറ്റ് കിട്ടി നമ്മളവിടെ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അലൈഡ് കോഴ്സുകൾക്കൊക്കെ നമ്മൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഒരു കോളേജ് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം കിട്ടിയ കോളേജിലെ സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു. ആ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റുകളും എല്ലാം നമ്മൾ തിരികെ മേടിച്ച് ഈ രണ്ടാം ഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ നിർബന്ധമായും ചേരണം. MBBSൻ്റെയോ BDSൻ്റെയോ ഒന്നാം ഘട്ടത്തിൽ നമുക്കൊരു കോളേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തു. ഇപ്പോൾ നമുക്കൊരു പുതിയ കോളേജ് കിട്ടിയെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പോയി നമ്മളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ആ കോളേജിൽ നമ്മൾ അടച്ച പൈസ എത്രയാണോ അത് തിരികെ മേടിക്കുക. നമ്മൾ DD ആണ് കൊടുത്തെങ്കിൽ ആ DD തന്നെ തിരികെ തരും. അല്ല, ഫണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് ആ പൈസ ഇന്ന് തന്നെ തിരിച്ചു തരും. എന്നിട്ട് ആ പുതിയ കോളേജിൽ അടയ്ക്കേണ്ട പൈസയും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് പുതിയ കോളേജിൽ 19-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കണം. എൻട്രൻസ് കമ്മീഷൻ്റെ പേരിൽ അടച്ചിരിക്കുന്ന തുക ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ കോളേജിലോട്ട് മാറും. ഫീസ് വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ അടച്ചാൽ മതി. ഫീസ് കുറവുണ്ടെങ്കിൽ അത് അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് ശേഷം നമുക്ക് തിരികെ നൽകുകയും ചെയ്യും. അപ്പോൾ എൻട്രൻസ് കമ്മീഷൻ അടച്ചിരിക്കുന്ന തുക ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ കോളേജിലോട്ട് മാറും. കോളേജിൽ നമ്മൾ അടച്ചിരിക്കുന്ന തുക, ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കോളേജിൽ അടച്ച തുക ഇപ്പോൾ തന്നെ തിരികെ മേടിക്കുക, പുതിയ കോളേജിൽ ചെന്ന് ചേരുക. ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണം, എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്ന്. അതായത് ഗവൺമെൻറ് മേഖലയിൽ MBBSനോ BDSനോ കിട്ടണമെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണുന്ന എൻട്രൻസ് കമ്മീഷർക്ക് അടയ്ക്കേണ്ട മുഴുവൻ തുകയും എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി അടയ്ക്കുക. സെൽഫ് ഫിനാൻസിങ് MBBSനാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ 3 ലക്ഷം രൂപ എൻട്രൻസ് കമ്മീഷൻ്റെ പേരിൽ അടയ്ക്കുക. ബാക്കിയുള്ള തുക കോളേജിൽ ചെന്ന് കോളേജ് അധികാരികൾ പറയുന്ന രീതിയിൽ അടയ്ക്കുക. സെൽഫ് ഫിനാൻസിങ് BDS ആണ് കിട്ടിയതെങ്കിൽ 1 ലക്ഷം രൂപ എൻട്രൻസ് കമ്മീഷൻ്റെ പേരിലും ബാക്കിയുള്ള തുക കോളേജിലും അടയ്ക്കുക.
NRI സീറ്റ് MBBS ആണ് കിട്ടിയെങ്കിൽ 5 ലക്ഷം രൂപ എൻട്രൻസ് കമ്മീഷന്റെ പേരിൽ അടയ്ക്കുക, ബാക്കിയുള്ള തുക കോളേജിൽ അടയ്ക്കുക. ആ രീതിയിൽ നിങ്ങൾ പ്രവേശന നടപടികൾ 19-ാം തീയതി 2 മണിക്കകം തീർക്കേണ്ടതാണ്. mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന്റെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ് 18-ാം തീയതിയോടുകൂടി പബ്ലിഷ് ചെയ്യും. അതിനകത്ത് നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 19-ാം തീയതി ഫൈനൽ റിസൾട്ട് വരുമ്പോൾ കേരളത്തിലൊരു കോളേജ് നമ്മൾ ചേർന്നു, 2ാം ഘട്ടത്തിൽ ചേർന്നു, അല്ല 1ാം ഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഓൾ ഇന്ത്യയുടെ 3ാം ഘട്ടത്തിൽ നമുക്ക് 19-ാം തീയതി ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നമുക്ക് ഇവിടെ നിന്ന് TC മേടിച്ച് ആ ഗവൺമെൻറ് MBBSയിലേക്കോ ഗവൺമെൻറ് BDSയിലോട്ടോ മാറാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, നിങ്ങളുടെ ഏറ്റവും വേണ്ടതാണെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യയുടെ സൈറ്റിൽ നിന്നും ബാക്കിയുള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുക. അഥവാ നിങ്ങളുടെ ഓപ്ഷൻ അവിടെ കിടന്നാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ തുക നഷ്ടപ്പെടും. ഇനി കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടിയതിനേക്കാളും താല്പര്യമുള്ള കോളേജുകൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ നിലനിൽക്കുന്നുവെങ്കിൽ അവ നിങ്ങൾ മാറ്റേണ്ടതായിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ കിട്ടിയതിനേക്കാളും ഹയർ ഓപ്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവയും ഡിലീറ്റ് ചെയ്ത് കേരള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാനാണെങ്കിൽ ഓൾ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ സമയമുണ്ട്. സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് ഡീംഡ് വേണ്ട എങ്കിൽ നിങ്ങൾ ഡീംഡിന് ഓപ്ഷൻ കൊടുക്കണ്ട. അല്ലെങ്കിൽ ഇനി സെൽഫ് ഫിനാൻസിങ്ങിൽ കിട്ടിയില്ല, ഡീംഡ് ആണ് വേണ്ടതെങ്കിൽ ഇന്ന് 14-ാം തീയതി രാത്രി 12 മണി വരെ MCCയുടെ സൈറ്റിൽ ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. MBBSന്റെയും BDSന്റെയും ഈ 2ാം ഘട്ടത്തിൽ ഏതൊക്കെ റാങ്ക് വരെയുള്ളവർക്ക് അഡ്മിഷൻ കിട്ടിയെന്നുള്ളതിൻ്റെ ലാസ്റ്റ് റാങ്ക് 2022 സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് റാങ്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ച് നമുക്ക് കാണാം, ഗവൺമെൻറ് MBBSന് സ്റ്റേറ്റ് മെറിറ്റിൽ 814, കഴിഞ്ഞ 1ാം ഘട്ടത്തിൽ 596 ആണെങ്കിൽ ഇത്തവണ 814 വരെയുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് മേഖലയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ MBBS കിട്ടി. സെൽഫ് ഫിനാൻസിങ് മേഖല വരുമ്പോൾ 6736 വരെയാണ് ഈ 2ാം ഘട്ടത്തിൽ സെൽഫ് ഫിനാൻസിങ് MBBS കിട്ടിയിരിക്കുന്നത്. EWS കാറ്റഗറിയിൽ ഗവൺമെൻറ് മേഖലയിൽ 2939 വരെ, അതായത് 168ാമത്തെ EWS കാറ്റഗറിക്ക് വരെ ഇത്തവണ ഈ ഗവൺമെൻറ് MBBS കിട്ടി. 135ാമത്തെ EWS കാറ്റഗറിക്കാണ് 1ാമത്തെ റൗണ്ട് കിട്ടിയതെങ്കിൽ 2ാമത്തെ റൗണ്ട് EWS വന്നപ്പോൾ 168ാമത്തെ കാറ്റഗറിക്ക് വരെ EWS വെച്ച് കേരളത്തിലെ വില്ലേജ് ഓഫീസറുടെ EWS സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒരു ഗവൺമെൻറ് MBBS ലഭിച്ചു. ഈഴവ റിസർവേഷനിൽ 1462 ഗവൺമെൻറ് MBBS കിട്ടിയപ്പോൾ 7271 സെൽഫ് ഫിനാൻസിങ് MBBSന് കിട്ടിയ ഈഴവ റിസർവേഷനിൽപ്പെട്ടതിൻ്റെ ലാസ്റ്റ് റാങ്ക്. മുസ്ലിം OBC സീറ്റിൽ 1125 വരെ ഗവൺമെൻറ് MBBS കിട്ടിയപ്പോൾ OBC കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് 7453 വരെയും, അത് മുസ്ലിം മൈനോറിറ്റി കോളേജുകളിൽ മുസ്ലിംസിന് കിട്ടിയപ്പോൾ 8356 റാങ്ക് വരെയും അലോട്ട്മെൻറ്റ് കിട്ടി. മുസ്ലിം സമുദായത്തിന് മുസ്ലിം കാറ്റഗറിയിൽ, ക്രിസ്ത്യൻ സമുദായത്തിന് ക്രിസ്ത്യൻ കോളേജിൽ ഓൾ ഇന്ത്യ മെറിറ്റിൽ കിട്ടിയപ്പോൾ 8879 വരെ ഓൾ ക്രിസ്ത്യൻ കാറ്റഗറിയിൽ മൗണ്ട് സിയോണിൽ 8879 വരെ കേരള മെഡിക്കൽ റാങ്കുള്ള കുട്ടിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ കാറ്റഗറിയിൽ കാണിച്ചിരിക്കുന്നതെല്ലാം കേരള മെഡിക്കൽ ഓവറോൾ റാങ്കാണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഉള്ള കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ നോക്കി എത്രാമത്തെ കുട്ടിക്ക് വരെ കിട്ടിയെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇത് കേരള മെഡിക്കലിൻ്റെ ഓവറോൾ റാങ്കാണ്. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ 2149 വരെ കിട്ടിയപ്പോൾ വിവിധ കാറ്റഗറികളിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കി നിങ്ങളുടെ റാങ്കിനനുസരിച്ച് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കണം. കിട്ടിയിട്ടില്ല എങ്കിൽ ഏത് കാറ്റഗറിക്ക് വരെ ഈ 2ാം ഘട്ടത്തിൽ കിട്ടി എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി 2 അലോട്ട്മെൻറ്റും കൂടെ കേരളത്തിൽ അവശേഷിക്കുന്നുണ്ട് താനും. സെൽഫ് ഫിനാൻസിങ് MBBSൽ EWS പരിഗണിച്ചപ്പോൾ 13948 വരെയുള്ള EWS വിഭാഗത്തിന് സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ ഈ വർഷം MBBS കിട്ടിയിട്ടുണ്ട്. വയനാട് വിംസിലാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി ഓരോ റിസർവേഷൻ്റെയും ഇവിടെ AM എന്ന് കിട്ടിയിരിക്കുന്നത് ഓൾ ഇന്ത്യ മെറിറ്റ് ആണ്. കേരളത്തിന് വെളിയിലുള്ള കുട്ടികളെ കൂടെ പരിഗണിച്ചുകൊണ്ട് 15% ഒരു റാങ്കിൽ പബ്ലിഷ് ചെയ്തതാണ് ഓൾ ഇന്ത്യ മെറിറ്റ്. ഓരോ കുട്ടികളെയും ആദ്യം നോക്കുന്ന ഓൾ ഇന്ത്യ മെറിറ്റിലാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് മെറിറ്റ് തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല, നമ്മളൊരു സർട്ടിഫിക്കറ്റ് കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ടില്ല. ഓൾ ഇന്ത്യ മെറിറ്റും സ്റ്റേറ്റ് മെറിറ്റും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തന്നെയാണ്. അതാണ് AM എന്ന് പറയുന്നത്. AC എന്ന് പറയുന്നത് ഓൾ ക്രിസ്ത്യൻ റാങ്കാണ്, ഓൾ ക്രിസ്ത്യൻ കാറ്റഗറിയിൽ വന്നിരിക്കുന്നതാണ്. MM എന്ന് പറയുന്നത് മുസ്ലിം മൈനോറിറ്റി സീറ്റാണ്. അതുപോലെ തന്നെ എക്സ് സർവീസ്മാന്, സ്പോർട്സ്, അങ്ങനെ ഓരോ സ്പെഷ്യൽ കാറ്റഗറിയുടെയും റാങ്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ NRI സീറ്റുകൾ,
NRIയിൽ ഈ അലോട്ട്മെൻറ്റ് എത്ര വരെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഇവിടെ NR എന്ന കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ഈ അലോട്ട്മെൻറ്റിൽ ഏത് റാങ്ക് വരെയുള്ളവർക്ക് കിട്ടിയെന്നുള്ളത് മനസ്സിലാക്കാം. ഗവൺമെൻറ് BDS കോളേജുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 ഗവൺമെൻറ് BDS കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 3233 വരെയുള്ള കുട്ടിക്ക് ഈ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ വിവിധ കാറ്റഗറികളുടെ റാങ്ക് ലിസ്റ്റ് നോക്കി അവനവൻ്റെ അഡ്മിഷൻ ഉറപ്പാക്കേണ്ടതാണ്. സെൽഫ് ഫിനാൻസിങ് BDSന് സ്റ്റേറ്റ് മെറിറ്റിൽ 25,000 വരെ ഈ രണ്ടാം ഘട്ടത്തിൽ 25,000 റാങ്ക് വരെ കേരള മെഡിക്കൽ റാങ്ക് വരെ ഈ രണ്ടാം ഘട്ടത്തിൽ 3.25 lakhs പെർ ഇയറിന് സെൽഫ് ഫിനാൻസിങ് BDSനും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ഈ അലോട്ട്മെന്റ് അനുസരിച്ചുള്ള അലോട്ട്മെന്റ് മെമ്മോയ്ക്കും ഫീസ് അടയ്ക്കുന്നതിനുമായി 15-ാം തീയതി മുതൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുക്കുകയും ഓൺലൈനായിട്ട് എൻട്രൻസ് കമ്മീഷനുള്ള തുക അടയ്ക്കുകയും ചെയ്യാം. അതിനുശേഷം അതാത് കോളേജുകളിൽ ചെന്ന് അഡ്മിഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്. ഒന്നാം ഘട്ടത്തിൽ നിങ്ങളൊരു കോളേജിൽ ചേർന്നു, നിങ്ങൾക്ക് കോളേജ് മാറ്റമൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളിപ്പോൾ പുതിയതായി അഡ്മിഷൻ നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ ഒരു സെൽഫ് ഫിനാൻസിങ് MBBSന് അഡ്മിഷൻ കിട്ടിയവർക്ക് ഇനി മൂന്നാം ഘട്ടത്തിൽ മറ്റൊരു സെൽഫ് ഫിനാൻസിങ് MBBSന് അഡ്മിഷൻ കിട്ടാനുള്ള സാഹചര്യവുമില്ല. എന്നാൽ BDSൽ നിന്ന് MBBSലോട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഗവൺമെൻറ്റിലേക്കോ സെൽഫിൽ നിന്ന് സെൽഫിലേക്കോ സെൽഫിൽ നിന്ന് ഗവൺമെൻറ്റിലോട്ടോ മാറാം. അതുപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് മാറാനും ഗവൺമെൻറ്റിലോട്ട് മാറാനും അനുവാദമുണ്ടാകും. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഗവൺമെൻറ് MBBS ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഇനി കേരളത്തിൻ്റെ തുടർന്നുള്ള മൂന്നാം ഘട്ടത്തിലും നാലാം ഘട്ടത്തിലും നമ്മളെ ഗവൺമെൻറ് MBBSന് പരിഗണിക്കുകയില്ല. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് MBBSൻ്റെ ഇനി ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കുട്ടികൾക്ക് തുടർ അലോട്ട്മെൻറ്റുകളിൽ സെൽഫ് ഫിനാൻസിങ് MBBSന് പരിഗണിക്കുകയില്ല. എന്നാൽ ഗവൺമെൻറ് MBBSന് വേണ്ടിയിട്ട് നമുക്ക് കേരളത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലും നാലാം ഘട്ടത്തിലും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുകയും ചെയ്യാം. ഗവൺമെൻറ് BDSൽ നിന്ന് നിങ്ങൾക്ക് MBBSൻ്റെ ഏത് ശാഖയിലേക്കും മാറാൻ അനുവാദം കിട്ടും. അതുപോലെ തന്നെ NRI സീറ്റിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് നിങ്ങളുടെ മാനേജ്മെൻറ്റ് സീറ്റിലോട്ടോ ഗവൺമെൻറ് സീറ്റിലോട്ടോ മാറുന്നതിനും തടസ്സമുണ്ടാവുകയില്ല. നീറ്റ് 2021 മാർക്ക് അനുസരിച്ച് നമ്മൾ കേരള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി കേരളത്തിൻ്റെ വേക്കൻസി സീറ്റ് ഫില്ലിങ്ങിനായിട്ട് മൂന്നാമത്തെ റൗണ്ടും അവസാനം യാതൊരുവിധ അഡ്മിഷൻ എടുത്തു നിൽക്കാത്ത കുട്ടികൾക്കായിട്ട് അത് സ്ട്രേ വേക്കൻസിയിലുമായിരിക്കും നമ്മളെ തുടർന്ന് പരിഗണിക്കുന്നത്. കേരള അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് MBBS സാറ്റിസ്ഫൈഡ് ആണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ MCCയുടെ സൈറ്റിൽ ഇനി ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് 14-ാം തീയതി രാത്രി 12 മണി വരെ ഓപ്ഷൻ പുനർക്രമീകരിക്കുന്നതിനുള്ള സൗകര്യവും ഇതോടൊപ്പമുണ്ട്. കേരളത്തിൻ്റെ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ വീണ്ടും പുതിയ വാർത്തകളുമായി നമുക്ക് വീണ്ടും ബ്രില്യൻറ്റ് യൂട്യൂബ് ചാനൽ വഴി കാണാം. നന്ദി, നമസ്കാരം.